അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25 തിങ്കളാഴ്ച. പെട്രോളിന് ഇന്ന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് പെട്രോളിന് 115.32 രൂപയും ഡീസലിന് 104.41 രൂപയുമാണ് വില. രണ്ടാഴ്ചക്കിടെ 4 തവണയായി 8 രൂപയാണ് കൂട്ടിയത്. ഘട്ടം ഘട്ടമായി 8 രൂപ കൂടി വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. രണ്ട് മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാനാണ് പിണറായി സർക്കാർ അധികാരമൊഴിയുന്നതിന് മുൻപത്തെ വഖഫ് ഭൂമി വഖഫ് ബോർഡിനെ കൊണ്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻപത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല. സംഘപരിവാറിനെ പോലെ CPM-ഉം വർഗീയ വിഭജനത്തിലൂടെ മുതലെടുപ്പിന് ശ്രമിച്ചു. ഭൂമിയെല്ലാം വഖഫ് ബോർഡിന്റേതാണെന്നാണ് LDF സർക്കാർ നിലപാടെടുത്തത്. ഇതിനെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റങ്ങളിൽ തർക്കമില്ലെന്ന് മുഖ്യമന്ത്രി. അടിയന്തര സാഹചര്യത്തിൽ എടുത്ത ഭരണപരമായ താൽക്കാലിക തീരുമാനങ്ങൾ മാത്രമാണത്. പൂർണ്ണമായ ഉദ്യോഗസ്ഥ നിയമനങ്ങൾ പിന്നീട് മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് നടത്തും. കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണ് നിയമനങ്ങൾ നടന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെയുള്ള വിവാദങ്ങൾ തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. ഖേൽക്കറുടെ നിയമനം സ്വാഭാവികമായ നടപടി മാത്രമാണ്. മുൻപ് ഇത്തരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന നളിനി നെറ്റോയെ പിണറായി വിജയനും നിയമിച്ചിട്ടുണ്ട്. ബംഗാളിൽ SIR-ിലൂടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി വോട്ടെടുപ്പ് നടത്തിയതിനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ എല്ലാ പാർട്ടികളും പ്രതിഷേധിച്ചത്. കേരളത്തിൽ അത്തരമൊരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. മന്ത്രിസഭായോഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് അംഗീകാരം നൽകി. ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെയും നിയമിക്കാൻ തീരുമാനിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിനുള്ളിൽ ആക്രമിച്ചെന്ന കേസിൽ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 3 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശബരിനാഥൻ ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ വെച്ച് പിണറായിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന PB റിപ്പോർട്ട് തള്ളി CPM കേന്ദ്ര കമ്മിറ്റി. ന്യൂനപക്ഷ വോട്ടുകൾ അകന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കണമെന്ന് ബംഗാൾ ഘടകം. ജനവികാരം അറിഞ്ഞുള്ള തിരുത്തൽ വേണമെന്നും ആവശ്യമെങ്കിൽ പ്ലീനം വിളിക്കണമെന്നും അഭിപ്രായം ഉയർന്നു. വാഹനം മോഡിഫിക്കേഷന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അടുത്ത മന്ത്രിസഭായോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പഠനം നടക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് നൽകാതെ വാഹൻ പരിവാഹൻ വെബ്സൈറ്റ്. മധ്യവേനൽ അവധിക്കാലത്ത് ഡ്രൈവിംഗ് പഠിച്ച് ടെസ്റ്റിൽ വിജയിച്ച നിരവധി വിദ്യാർത്ഥികൾ ലൈസൻസിനായി കാത്തിരിക്കുകയാണ്. പരിവാഹൻ വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളാണ് കാരണമെന്ന് RTO ഉദ്യോഗസ്ഥർ പറയുന്നു. ചൂരൽമലയിൽ ദുരന്തബാധിതരായ 30ഓളം കുടുംബങ്ങൾ വീടുകൾ ലഭിക്കാതെ ഇപ്പോഴും പുറത്ത്. സാങ്കേതികത്വം ഉന്നയിച്ച് ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഇവരെ സർക്കാർ ഉൾപ്പെടുത്തിയില്ല. ലയങ്ങളിലുള്ളവരും ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലുള്ളവരുമാണ് പട്ടികയിൽ ഇല്ലാത്തത്. മകൻ ഉൾപ്പെടെ 11 പേർ മരിച്ച സാഹിറിന്റെ കുടുംബവും പുറത്താണ്. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. അതേസമയം മരക്കാറടക്കം മറ്റ് പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. കീഴ്ക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രതികൾ പുറത്തിറങ്ങുന്നത് തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും ആവശ്യപ്പെട്ട് മധുവിന്റെ കുടുംബവും അപ്പീൽ നൽകിയിരുന്നു. മലയിടം തുരുത്തിൽ കുടിയിറക്കു ഭീഷണി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. LDF സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ കുടിയിറക്കാൻ 14 തവണ വന്നിട്ടും ഒരു നടപടിയും എടുത്തില്ല. ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുടിയിറക്കേണ്ട അവസ്ഥയിലെത്തി. UDF സർക്കാർ അധികാരത്തിലെത്തി പിറ്റേന്ന് 15-ാം തവണ കുടിയിറക്കാൻ എത്തിയപ്പോൾ സമരത്തിന് മുൻമന്ത്രി P രാജീവും വന്നത് വിരോധാഭാസമായി.
വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ സന്ദർശിച്ചു. സിനിമാ വ്യവസായത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന താരങ്ങൾ പറഞ്ഞാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്ന് ശ്വേത മേനോൻ. തോൽക്കാൻ വന്നതല്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. എക്സിക്യൂട്ടീവിലുള്ള ചിലർ തന്നെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അമ്മ ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് തനിക്കറിയില്ല. സെക്രട്ടറിയും ട്രഷററുമാണ് എല്ലാം ചെയ്യുന്നത്. അൻസിബയുടെ പ്രശ്നം വ്യക്തിപരമാണ്. അമ്മയ്ക്കതിൽ ഒന്നും ചെയ്യാനില്ല. അമ്മയെ നാറ്റിക്കാനാണോ ചിലരുടെ ശ്രമമെന്ന് സംശയിക്കുന്നതായും ശ്വേത പറഞ്ഞു. താരസംഘടനയായ അമ്മയുടെ കുടുംബസംഗമത്തിന് ദല്ലാൽ നന്ദകുമാർ ചെയർമാനായ വെണ്ണലയിലെ അമ്പലമായിരുന്നു മുഖ്യ സ്പോൺസറെന്ന് റിപ്പോർട്ടുകൾ. അശരണരായ കലാകാരന്മാരെ സഹായിക്കാൻ ക്ഷേത്രം നൽകാൻ തീരുമാനിച്ച തുക സംഭാവനയായി സ്വീകരിക്കുന്നതിന് പകരം സ്പോൺസർഷിപ്പ് ആക്കിയെന്ന് ആരോപണം. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് PV അൻവർ. കേസ് ഡയറി തിരുത്തിയതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതിനിടെ ADGP ഓഫീസിലെ SIമാർ റിപ്പോർട്ട് തിരുത്താൻ കീഴ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയും പുറത്തുവന്നിട്ടുണ്ട്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഹർഷീനയുടെ ചികിത്സാ പിഴവ് വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖവിലക്കെടുക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള തീരുമാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി KSRTCയിലെ പ്രതിപക്ഷ യൂണിയനുകൾ. KSRTCക്കുണ്ടാകുന്ന ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്ന് CITUവും പറഞ്ഞു. ബാധ്യത നികത്താൻ KSRTCയെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് BMSും ആവശ്യപ്പെട്ടു. ഞായറാഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയതുമൂലം സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിൽ നിരവധി ഭക്തർക്ക് തൊഴാനായില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. അവധി ദിവസങ്ങളിൽ VIP ദർശനം പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവെന്നും ഗോപിനാഥ് പറഞ്ഞു. തന്റെ ഗുരുവായൂർ ദർശനത്തിന്റെ പേരിൽ ആർക്കും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സാധാരണ ഭക്തജനങ്ങളെ പോലെയാണ് ദർശനം നടത്തിയത്. 1000 രൂപ നൽകി ടിക്കറ്റ് എടുത്താണ് ക്ഷേത്രത്തിൽ കയറിയത്. 4 പേർ മാത്രമാണ് കൂടെയുണ്ടായിരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് വരേണ്ടെന്ന് നിർദ്ദേശിച്ചിരുന്നെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിലെത്തിയപ്പോൾ പ്രവർത്തകർ കോൺഗ്രസ് കൊടികളുമായി മുദ്രാവാക്യം വിളിച്ചുവെന്നും ഇത് ആചാരലംഘനമെന്നും ചൂണ്ടിക്കാട്ടി BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ഹർജി നൽകും. സർക്കാർ ആശുപത്രികളിൽ രോഗികളെ നിലത്തു കിടത്താൻ പാടില്ലെന്നും കട്ടിലിൽ തന്നെ കിടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ. സർജറിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആശുപത്രികളിൽ ശുചിത്വം ഉറപ്പാക്കണമെന്നും മുരളീധരൻ നിർദ്ദേശിച്ചു. മുനമ്പം തർക്കഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെതിരെ കത്തോലിക്ക മുഖപത്രമായ ദീപികയിൽ മുഖപ്രസംഗം. വഖഫ് ബോർഡ് തർക്കഭൂമിയിലെ കുടുംബങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്നും വഖഫ് ബോർഡിന്റെ ഉമീദ് വിജ്ഞാപനം റദ്ദാക്കണമെന്നും മുനമ്പത്തെ വഖഫ് കുറ്റികൾ അറബിക്കടലിൽ എറിയണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. NTA പാഠം പഠിച്ചില്ല എന്നത് ഏറെ ദുഃഖകരമാണെന്ന് സുപ്രീം കോടതി. 3 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ NTA-ക്കും രാധാകൃഷ്ണൻ സമിതിക്കും നിർദ്ദേശം നൽകി.
ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഗോത്രവർഗ സമൂഹങ്ങളുടെ അവകാശങ്ങളെയോ ആചാരങ്ങളെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. UCC നടപ്പിലാക്കുന്നതിലൂടെ തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിലും ഗൂഢാലോചനകളിലും വീഴരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തയും മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ കാകോലി ഘോഷ് ദസ്തിദാർ പാർട്ടി പദവികൾ രാജിവെച്ചു. ലോക്സഭയിലെ TMC ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി കല്യാൺ ബാനർജിയെ നിയമിച്ചതിന് തൊട്ടുപിന്നാലെയാണ് രാജി. കർണാടക മുൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റർ SL അക്ഷയ് മൈതാനത്ത് വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. ശിവമോഗ സ്വദേശിയായ SL അക്ഷയ്ക്ക് KR പുരത്ത് 3ാം ഡിവിഷൻ മത്സരം കളിക്കുന്നതിനിടെയാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ ഇല്ലാതാക്കണമെന്നും സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ ഇറാനിൽ നിന്ന് മാറ്റണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ട്രംപുമായി ഇക്കാര്യത്തിൽ ധാരണയായെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്ത്യൻ വംശജരായ ഒരു കുടുംബത്തിലെ അമ്മയും മകനും ഒരേ സമയം UK-യിലെ മേയർമാരായി. ഹരിയാനയിലെ റോഹ്തക്കിൽ നിന്ന് 2013 ബ്രിട്ടനിലേക്ക് കുടിയേറിയ 23 വയസ്സുള്ള തുഷാർ കുമാർ എൽസ്ട്രി ആൻഡ് ബോറെ ഹാംവുഡ് ടൗൺ കൗൺസിലിന്റെ മേയറായി. ഹെർട്സ്മിയർ ബറോ കൗൺസിലിന്റെ പ്രഥമ ഇന്ത്യൻ വംശജയായ മേയറാണ് തുഷാറിന്റെ മാതാവ് പർവീൻ റാണി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമൈനി അതീവ സുരക്ഷയുള്ള രഹസ്യ സങ്കേതത്തിൽ ഒഴിവിൽ കഴിയുകയാണെന്ന് റിപ്പോർട്ട്. ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ആക്രമണം ഭയന്നാണ് മൊബൈൽ, റേഡിയോ അടക്കം വാർത്താവിനിമയ ഉപകരണങ്ങളെല്ലാം ഒഴിവാക്കി ഒളിവിൽ കഴിയുന്നത്. വിശ്വസ്തരായ ദൂതന്മാരുടെ കൈവശം കൊടുത്തുവിടുന്ന കുറിപ്പുകളിലൂടെയാണ് ഭരണകൂടത്തിലെ ഉന്നതരുമായി ആശയവിനിമയം നടത്തുന്നത്. കാങ്കോയിൽ 900-ലധികം സംശയാസ്പദമായ എബോള കേസുകൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് WHO. ഇറ്റൂരിയിലുടനീളം ലോകാരോഗ്യ സംഘടനയും മാനുഷിക ആരോഗ്യ പങ്കാളികളും സാന്നിധ്യം നിലനിർത്തുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരത്തിന് 23 ദിവസം മാത്രം ബാക്കി നിൽക്കെ ലിയോണൽ മെസ്സിക്ക് പരിക്കെന്ന് ആശങ്ക. മേജർ സോക്കർ ലീഗൽ ഇന്റർ മയാമിയുടെ മത്സരം പൂർത്തിയാക്കാതെ മെസ്സി മടങ്ങി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.